ഒരുപാട് കഷ്ടപ്പെട്ട് കരഞ്ഞ് നിലവിളിച്ച് അവസാനം ആ നിലവിളിയുടെ ശബ്ദം ദൈവം കേട്ട് ഒരു വിധത്തിൽ അവിടെ നിന്ന് ആ കഷ്ടതയ്ക്കും കണ്ണുനീരിനും നിരാശയ്ക്കും വേദനയ്ക്കും കാരണമായിടത്തു നിന്ന് പുറത്തു വന്നു. സന്തോഷത്തോടെ സ്വപ്നങ്ങളുടെ പാണ്ഡവും ചുമന്ന് യാത്ര തുടങ്ങുക. ഇനി കണ്ണുനീരില്ല, നിരാശയില്ല, വേദനയില്ല. പിന്നെയോ മുൻപിൽ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, അനുഗ്രഹങ്ങളുടെ, നന്മകളുടെ നല്ല നാളുകൾ. അയ്യോ, എത്ര സന്തോഷമായില്ലേ! അങ്ങനെ യാത്ര മുൻപോട്ട് പോകവേ പെട്ടെന്ന് പാമ്പ് കടിച്ചവനെ ഇടിവെട്ടി എന്ന് പറയുന്നത് പോലെ അഗ്നിസർപ്പങ്ങളുടെ ആക്രമണം. ആ ആക്രമണത്തിൽ തകർന്നു പോകാതെ ഭക്തനെ രക്ഷിച്ച് അവൻ ആഗ്രഹിച്ച അതേ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുമാറാക്കിയ ദൈവപ്രവൃത്തിയുടെ അത്ഭുത സാക്ഷ്യം. അപ്പോൾ ഈ സാക്ഷ്യമാണ് ഇന്ന് പകലിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത്. ഈ മെസ്സേജിൻ്റെ ടൈറ്റിൽ കണ്ട് ഒരു വല്ലാത്ത ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള മനസ്സോടെ എന്നെ കേൾക്കുന്ന പലരുമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മിൽ പലരും ചിന്തിക്കുന്നത് അല്ലെങ്കിൽ പഠിച്ചു വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാനൊരു വിശ്വാസി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് എന്നെ ഇങ്ങനെയുള്ള ഈ പരിപാടികളൊന്നും എന്നെ ബാധിക്കത്തില്ല. സർപ്പവും നാഗവും അതൊന്നും എന്നെ ബാധിക്കത്തില്ല. മറ്റു ചിലർ പറയും, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, ഞാൻ സ്നാനപ്പെട്ടവനാണ്, ഞാൻ ഉപദേശം അനുസരിച്ച് ജീവിക്കുന്നവനാണ്, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചവനാണ്. നല്ലത്, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അങ്ങനെയുള്ളവർ പറയും, ഞങ്ങൾക്ക് ഇതൊന്നും ബാധിക്കത്തില്ല, സർപ്പവും നാഗശക്തി ഇതൊന്നും ഞങ്ങളെ ബാധിക്കത്തില്ല, ആ വിചാരം ഇസ്രായേലിന് ഫലിക്കുകയില്ല, ലക്ഷണവിദ്യ യാക്കോവിന് പറ്റുകയുമില്ല, അങ്ങനെ പറയുന്ന. ഇനി മറ്റ് ചിലരുണ്ട്, അവർ പറയും, 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ ആ ശത്രുവിൻ്റെ തലയൊക്കെ കർത്താവായ യേശുക്രിസ്തു തകർത്തതാണ്, പിന്നെ ഇപ്പോഴും അതേക്കുറിച്ച് പറയേണ്ടതുണ്ടോ? പിന്നെ മറ്റൊരു വിഭാഗമുണ്ട്, അവരുടെ പേര് വിശ്വാസികളെന്നാണെങ്കിലും അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വിശ്വസിക്കത്തില്ല. ചുരുക്കത്തിൽ ദൈവത്തെ പോലും അവർക്ക് വിശ്വാസം ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള പല പല ചിന്താധാരകളുമായിട്ടായിരിക്കാം എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ അറിവുകളെ, നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഈ മനസ്സിലാക്കലുകളെ അല്പനേരത്തേക്കൊന്ന് മാറ്റിവെക്കുവാൻ തയ്യാറാവുക. ഇല്ലെങ്കിലുള്ള കുഴപ്പം, ഇത് നിങ്ങളുടെ ഉള്ളിലുള്ളിടത്തോളം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറത്തില്ല. അതുകൊണ്ട് ഒരു അല്പസമയത്തേക്ക്, അത് കഴിഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾ തിരിച്ചെടുത്തോളൂ, എനിക്ക് യാതൊരു പരാതിയുമില്ല. പക്ഷേ നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകണമെങ്കിൽ ആ അറിവുകളെ അല്പനേരത്തേക്കൊന്ന് മാറ്റിവെക്കുക. ഒരു കാര്യം ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയാം. എൻ്റെ ഇതുവരെയുള്ള ശുശ്രൂഷ ജീവിതത്തിലെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും, അപ്പോൾ ഞാൻ അനുഭവിച്ച ആ കാര്യങ്ങളെ ബൈബിൾ എങ്ങനെ സാധൂകരിക്കുന്നു, അതിനുള്ള പരിഹാരം എങ്ങനെ നിർദ്ദേശിക്കുന്നു, ഈ അടിസ്ഥാനത്തിലാണ് ഈ മെസ്സേജ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായി വരുന്നവർക്ക് കൂടെ വരാം. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന ഇതാണ്. ഒരിക്കൽ കൂടി പറയാം: സർപ്പശക്തികളും അഥവാ നാഗശക്തികളും അവയെ തകർക്കുന്ന, അവയുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന ദൈവത്തിൻ്റെ വചനവും പ്രാർത്ഥനയും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം ഒരുമിച്ചായിരിക്കുവാൻ, നമുക്ക് പിന്നെയും ഒരുമിച്ചായിരിക്കുവാൻ വലിയവനും വിശ്വസ്തനുമായ കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ആ കർത്താവിനെ സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങളോടുള്ള ഞങ്ങളുടെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഈ സമയം എനിക്കൊപ്പമായിരിക്കുന്ന നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുക: അങ്ങും ഇങ്ങും എത്താതെ പകുതി വഴിയിൽ, പലതും പ്രതീക്ഷിച്ചിറങ്ങി തിരിച്ചു, പകുതി വഴിയിൽ ഒരു വല്ലാത്ത അവസ്ഥയാണ്. ആ അവസ്ഥയ്ക്ക്, അങ്ങനെയുള്ള അവസ്ഥയിലുള്ളവർ, എന്നെ കേൾക്കുന്ന അങ്ങനെയുള്ള അവസ്ഥയിലുള്ളവർക്ക് അതിന് പരിഹാരം ഉണ്ടാകുവാൻ പോവുക. താങ്ക് ഗോഡ്. ആ അവസ്ഥയ്ക്കുള്ള കാരണം പലപ്പോഴും നാം അറിഞ്ഞില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയില്ല. അത് മനസ്സിലാക്കി ആ കാരണത്തിന് ഇന്ന് നമ്മൾ പരിഹാരം വരുത്തും. താങ്ക് ഗോഡ്. വിശ്വസിക്കുന്നവർ രാമൻ പറഞ്ഞ് അതങ്ങനെ സംഭവിക്കാൻ പോവുക. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് ബൈബിൾ അതെങ്ങനെ സാധൂകരിക്കുന്നു എന്ന് നോക്കി നമുക്ക് ആ പ്രാർത്ഥനയും വചനവും അതിലേക്ക് കടക്കാം. എൻ്റെ 3 എക്സ്പീരിയൻസുകൾ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിലുണ്ട്. അതിൽ നിന്ന് 3 നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുക. ഒന്ന്, ഒരിക്കലൊരു സഹോദരി പ്രൈസർ ഫാമിലിയിലേക്ക് തൻ്റെ പ്രാർത്ഥന വിഷയം അറിയിക്കുവാൻ വേണ്ടി വിളിച്ചു. ആ സഹോദരി പറഞ്ഞ പ്രാർത്ഥന വിഷയം ഇതാണ്: ദേവദാസനെ, ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായി. 3 തവണ ഞാൻ പ്രഗ്നൻ്റായി. എന്നാൽ 4 മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഗർഭം അലസിപ്പോകുന്നു, അബോർട്ടായി പോകുന്നു. അപ്പോൾ ആ സഹോദരിക്ക് വല്ലാത്ത ഭാരം. ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ആ സഹോദരിയോട് ചോദിച്ചു: സഹോദരി,
അസാധാരണമായ എന്തെങ്കിലും ആ ഗർഭം അലസിപ്പോകുന്ന ആ സമയങ്ങളിൽ അല്ലെങ്കിൽ ഗർഭധാരണത്തിൻ്റെ സമയങ്ങളിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ആ സഹോദരി പറഞ്ഞു, ദൈവദാസനെ ഞാൻ വ്യക്തമായി ഓർക്കുന്നുണ്ട്, 3 തവണയും ആ ഗർഭം അലസിപ്പോയ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കാണുവാനിടയായി. ഒരു സർപ്പം എന്നെ വരിഞ്ഞ് മുറുക്കുകയും ആ സർപ്പം എന്നെ വരിഞ്ഞു മുറുക്കുന്ന ആ ബലത്തിൽ, ആ ശക്തിയിൽ എൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ഉദരത്തിൽ ഉരുവായ കുഞ്ഞ് പുറത്തു പോകുന്നു. ആ സ്വപ്നം കണ്ട് ഞാൻ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ എനിക്ക് ബ്ലീഡിങ് തുടങ്ങും. ആ സർപ്പശക്തി അതെന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. എൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിപ്പിച്ച് കളയുന്നു. ഡോക്ടർ പറയുന്നു, ഇനി ഇത് സാധ്യമല്ല, ഇങ്ങനെ ഗർഭധാരണം സാധ്യമല്ല, റിസ്ക് എടുക്കുവാൻ നിൽക്കണ്ട, നിങ്ങളുടെ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമോ? ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവത്തിനല്ല സഹോദരി, നമ്മുടെ ദൈവത്തിന് ചെയ്യുവാൻ കഴിയും. ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട 2 തലമുറകളുടെ അമ്മയാണ് ആ സഹോദരി. ഒരുപക്ഷെ നിങ്ങൾക്കൊപ്പം ആ സഹോദരിയും ഈ വചന സന്ദേശം കേട്ട് കർത്താവിനെ സ്തുതിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളും സമീപഭാവിയിൽ അതേ ഇതുപോലെ നിങ്ങളുടെ സാക്ഷ്യം കേട്ട് ദൈവത്തെ സ്തുതിക്കുവാൻ പോവുക. താങ്ക് ഗോഡ്. 2ാമത്തെ വിഷയം, ഒരു സഹോദരനുമായിട്ട് ഒരു ഭവനത്തിൽ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയി. ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരു സഹോദരൻ. ആ ഭവനത്തിൽ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ ആ ഭവനത്തിലെ പിതാവ് വളരെ സങ്കടത്തോടെ പറഞ്ഞൊരു പ്രാർത്ഥന വിഷയം, തനിക്ക് 2 പെൺമക്കളാണ്, നല്ല പഠിച്ചുകൊണ്ടിരുന്ന പെൺമക്കൾ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായതുപോലെ തന്നെ പഠിത്തമൊക്കെ ഉഴപ്പി. ആ സഹോദരൻ പറഞ്ഞു, പഠിത്തമൊക്കെ പോയി, ഇപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഈ പഠിത്തം പോയതിനേക്കാൾ വേദനിപ്പിക്കുന്ന ഒരു കാര്യം, എൻ്റെ 2 പെൺമക്കൾക്കും തമ്മിൽ കണ്ണെടുത്താൽ കണ്ടുകൂടാ. റോഡിൽ കള്ള് കുടിച്ചിട്ട് കുടിയന്മാർ കിടന്ന് അടി കൂടുന്നത് പോലെ വീട്ടിനകത്ത് അടി കൂടുകയാണ്. സാധനങ്ങൾ വലിച്ചെറിയുന്നു. അയ്യോ, പരസ്പരം കണ്ടാൽ കൊല്ലാൻ വേണ്ടി നിൽക്കുകയാ. ഞാൻ പ്രാർത്ഥിച്ചു. ആ സഹോദരനോട് ഞാൻ ചോദിച്ചു, സഹോദര, അസാധാരണമായ എന്തെങ്കിലും? ആ സഹോദരൻ പറഞ്ഞു, അതെ, ആ ദിവസങ്ങളിൽ ഞാൻ സ്വപ്നം കാണാറുണ്ട്. ആ സഹോദരൻ എന്നോട് പറഞ്ഞു, അതേ ദേവദാസനെ, ചില ദിവസങ്ങളിൽ ഞാൻ സ്വപ്നം കാണാറുണ്ട്, എൻ്റെ ഒരു മകളും ഒരു സർപ്പവുമായി വഴക്ക് കൂടുന്നു, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നത് പോലെ. സർപ്പം എൻ്റെ മകളെ ആക്രമിക്കുന്നു, എൻ്റെ മകൾ മിണ്ടാതിരിക്കുന്നില്ല, ആ സർപ്പത്തെ തിരിച്ചാക്രമിക്കുന്നു. വല്ലാതെ ഭയപ്പെടുത്തുന്ന കാഴ്ച, എന്നെ അത് വല്ലാതെ ഭയപ്പെടുത്തുന്നു. പല രാത്രികളിൽ ഞാൻ ഞെട്ടി ഉണർന്ന് ഉറക്കം വരാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്നിട്ടുണ്ട്. അപ്പോഴാണ് ഈ സഹോദരനൊപ്പം നിങ്ങൾ കടന്നു വന്നത്. എന്തെങ്കിലും ഇതിനൊരു പരിഹാരമുണ്ടോ? ഞാൻ പറഞ്ഞു, പരിഹാരമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു എന്ന പരിഹാരകൻ ഉണ്ട്. ഒരു ജാതീയ ഫാമിലിയിലേക്കാണ് ഞങ്ങളന്ന് കടന്നുപോയത്. ഇന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ വേലയിൽ വളരെ ആർജവത്തോടെ ആയിരിക്കുന്ന ആ കുടുംബം. 3ാമത്തെ എക്സ്പീരിയൻസ്, ഒരു സഹോദരി പ്രൈസർ ഫാമിലിയിലേക്ക് പ്രാർത്ഥന വിഷയം അറിയിക്കുവാൻ വിളിക്കുന്നു. ആ സഹോദരി പറയുന്നു, ദേവദാസനെ, എനിക്ക് രോഗമാണ്, എന്നും രോഗമാണ്, ആശുപത്രിയിൽ പോകാത്ത ദിവസങ്ങളില്ല. പക്ഷേ ആശുപത്രിയിലുള്ളവർക്ക് എൻ്റെ രോഗം കണ്ടുപിടിക്കുവാൻ കഴിയുന്നില്ല. ഞാൻ ചോദിച്ചു, സഹോദരി, അതെന്ത് രോഗമാണ്? ആ സഹോദരി പറഞ്ഞു, സഹോദര, ശരീരം മുഴുവൻ അഴലും നീറ്റലുമാണ്, തീ കോരിയിടുന്നത് പോലെ. ഞാൻ അങ്ങോട്ട് ചോദിക്കുന്ന മുമ്പ് തന്നെ ആ സഹോദരി പറഞ്ഞു, രാത്രിയാകുമ്പോഴാണ്, പകലൊന്നും എനിക്ക് കുഴപ്പമില്ല, രാത്രിയാകുമ്പോൾ ഞാനൊന്ന് ഉറങ്ങി വരുമ്പോൾ ഒരു സർപ്പം എൻ്റെ അടുത്ത് വരും, അത് തീ തുപ്പും, എൻ്റെ നേരെ തീ തുപ്പും. ആ സമയം മുതൽ ഞാൻ തീയിൽ വീണതുപോലെ എനിക്ക് ഉറങ്ങുവാൻ കഴിയുന്നില്ല ദേവദാസനെ, പേടിച്ച് ഞാൻ ഉറങ്ങാതിരിക്കാറുണ്ട്. ഇതെന്ത് അസുഖമാണെന്നറിയത്തില്ല. പ്രാർത്ഥിച്ചു. ആ സഹോദരിയും സന്തോഷത്തോടെ ആയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള ഈ സർപ്പശക്തികളുടെ ഉപദ്രവത്തിൽ ബാധിക്കപ്പെട്ട ആദ്യത്തെ കേസ് പ്രൈസർ ഫാമിലിയിലേക്ക് വിളിച്ചറിയിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ഞാനായിരിക്കുക. ഒരു രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഒരു കാഴ്ച കാണിച്ചു. ഒരു ഗ്ലോബ്, അതായത് നമ്മുടെ ഭൂമിയുടെ ഒരു പരിച്ഛേദം. ആ ഗ്ലോബിനെ ചുറ്റി വരിഞ്ഞിരിക്കുന്ന ഒരു വലിയ സർപ്പം. ആ ഗ്ലോബിനെ ചുറ്റി വരിഞ്ഞ്, ഭൂമിയെ ചുറ്റി വരിഞ്ഞ് അതിനുമേലിങ്ങനെ തല ഉയർത്തി നിൽക്കുന്നു. ഒപ്പം തന്നെ മറ്റൊരു കാഴ്ചയും ഞാൻ കണ്ടു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി ഒരു ക്രൂശിൽ കിടക്കുന്നു. ദേഹം മുഴുവൻ ചോര ഒലിച്ചുകൊണ്ട്, തലയിൽ മുൾമുടിയുണ്ട്. ഏറ്റവും ഭീതിദത്തമായ, അറിയാതെ കരഞ്ഞു പോകുന്ന ആ കാഴ്ചയിൽ ആ ക്രൂശ് ഉയരുകയാണ്. ആ ക്രൂശ് കയറുകൊണ്ട് ചിലർ വലിച്ച് ഉയർത്തിക്കൊണ്ട് നിൽക്കുന്നു. ആ ക്രൂശ് ഉയരുന്നതിനനുസരിച്ച് ഈ സർപ്പത്തിൻ്റെ ചുറ്റ് ആ ഗ്ലോബിൽ നിന്ന്, ആ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ അഴിഞ്ഞു മാറുവാനായി തുടങ്ങി. ക്രൂശ് ഉയർന്ന സമയം
ആകാശം തുറക്കപ്പെട്ടു. ആകാശത്തിൽ നിന്ന് മാലാഖമാരുടെ ഒരു വലിയ സൈന്യം, സ്വർഗീയ ജീവികളുടെ ഒരു വലിയ സൈന്യം, അവർ ഉച്ചത്തിൽ ആർപ്പിടുകയാണ്. ആർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. പാതാളം തകർന്നു. മരണം തകർന്നു. മരണത്തിൻ്റെ താക്കോൽ ഇനി അവൻ്റെ കയ്യിലുള്ളത്. ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പിന്നെ ആ സർപ്പത്തെ അവിടെ കാണുന്നില്ല. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ എന്താണിത്? ആ സർപ്പം തകർക്കപ്പെട്ടുവല്ലോ, ആ സർപ്പം നശിക്കപ്പെട്ടുവല്ലോ. ഒപ്പം തന്നെ എൻ്റെ ചോദ്യത്തിന് മറുപടി എന്നോണം ഒരു വചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ നിങ്ങൾ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അപ്പോൾ നമ്മുടെ ചിന്ത മുൻപോട്ട് പോകുന്നത് നേരെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പത്തിൻ്റെ അനുഭവത്തിലേക്കാണ്. 21-ാമത്തെ അധ്യായം സംഖ്യാപുസ്തകം. ആ അധ്യായത്തിലെ സംഭവങ്ങളാണ് നമ്മൾ ചിന്തിച്ച് തുടങ്ങിയപ്പോൾ പറഞ്ഞത്. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ മിസ്രയീമിൽ അടിമകളായിരുന്നു. ഒത്തിരി കഷ്ടത സഹിച്ചു. വേദനയും നിന്ദയും അപമാനവും. അയ്യോ, നിലവിളി നിലവിളി നിലവിളി. അവസാനം ദൈവം നിലവിളി കേട്ടു. അവർ പുറത്തു വന്നു. എവിടേക്കാണ് പോകുന്നത്? വാഗ്ദത്തത്തിലേക്കാണ് പോകുന്നത്. ശ്രദ്ധിച്ചോളണമേ, കഷ്ടതയും കണ്ണുനീരും എല്ലാം തീർന്നു. ഇനി മുമ്പിലുള്ളത് അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. ഇങ്ങനെ ചിന്തിച്ച് അവർ മുൻപോട്ട് പോകുന്നു. പെട്ടെന്ന് മരുഭൂമിയിൽ വെച്ച് അഗ്നിസർപ്പങ്ങൾ കടന്നു വരുന്നു. അഗ്നിസർപ്പം കൊത്തുന്നവരെല്ലാം അപ്പോൾ തന്നെ മരിച്ചു വീഴുക. അപ്പോൾ ആ സർപ്പത്തിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദൈവം മോശയോട് പറയുന്ന കാര്യം 21-ാം അധ്യായം സംഖ്യാപുസ്തകമാണ് കേട്ടോ. അതിൻ്റെ 9-ാമത്തെ വാക്യം ശ്രദ്ധിക്കുമല്ലോ. സംഖ്യാപുസ്തകം 21:9. അങ്ങനെ മോശ താമ്രം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ ആ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. സർപ്പം കടിക്കുന്നുണ്ട്, മിണ്ടാതിരിക്കുന്നില്ല. സർപ്പം കടിക്കുന്നു. എന്നാൽ ഉയർത്തപ്പെട്ട താമ്ര സർപ്പത്തിലേക്ക് നോക്കിയവരൊക്കെ ജീവിക്കുവാനായി തുടങ്ങി. താങ്ക് ഗോഡ്. അത് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു വചനത്തിലൂടെ എനിക്ക് വെളിപ്പെടുത്തി തന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം ഉയരുമ്പോൾ സർപ്പവും സർപ്പത്തിൻ്റെ ഉപദ്രവങ്ങളും തകർക്കപ്പെടും. കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തുമ്പോൾ അപ്പോൾ ആ സർപ്പത്തിൻ്റെ ആക്രമണം അതെങ്ങനെയൊക്കെയാണ് നമ്മളെ ബാധിക്കുന്നത് അതറിയണമല്ലോ. അതറിഞ്ഞാലല്ലേ മുൻപോട്ട് ഇത് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള വിഷയമാണോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ 21-ാമത്തെ അധ്യായത്തിൽ തന്നെ ആദ്യത്തെ ആ ബാധിപ്പുണ്ട്, മരണം. 21:6 ജനം മരിച്ചു. മരണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും. ആ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്തു തരാം. 2 കുതികാൽ തകർത്തു. ഉൽപ്പത്തി പുസ്തകം 3:15 അതിനും ഉത്തരം തരാം. 3 ബന്ധിച്ചു. സർപ്പം ബന്ധിക്കും. അപ്പോൾ ഒന്നിലേക്ക് തന്നെ വരാം. മരിച്ചു. ഇനി പിന്നെ എന്താ? അങ്ങനെയാണോ ചിന്ത? അല്ല. ചിലപ്പോഴൊക്കെ നമ്മൾ അറിയാതെ പറയാറില്ലേ, ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത്. അതാണ് അവസ്ഥ. ആ അവസ്ഥ അവിടെ വളരെ പ്രതീക്ഷയോടെ ഇറങ്ങി. ഇനി കഷ്ടതയില്ല, കണ്ണുനീരില്ല, നിരാശയില്ല, സ്വസ്ഥമായിട്ട് ജീവിക്കാം അല്ലേ? അതായിരുന്നു ആഗ്രഹം. പക്ഷേ അവിടെ പകുതി വഴിയിൽ അങ്ങും ഇങ്ങും എത്താതെ നശിപ്പിക്കപ്പെടുക. ഒരിടത്തും എത്തുവാൻ കഴിയുന്നില്ല, ഒന്നും ആകുവാൻ കഴിയുന്നില്ല അല്ലേ സഹോദര സഹോദരി? ഒത്തിരി ആഗ്രഹിച്ച് ഒരുപാട് നാൾ കരഞ്ഞ് സങ്കടപ്പെട്ട് നിലവിളിച്ച് പലരുടെയും കാല് പിടിച്ച് സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചവർ സഹായിക്കാതെ മുഖം തിരിച്ച് അവസാനം ദൈവസന്നിധിയിൽ നെടുമ്പാടെ വീണ് ദൈവം പ്രാർത്ഥന കേട്ട് ഒരു വിധത്തിൽ പുറത്തു കൊണ്ടുവന്നു. ഒരു ജോലി തന്നു. ജോലി ചെയ്ത് സന്തോഷമായിട്ട് ജീവിച്ചൊന്ന് തുടങ്ങിയില്ല. അതിനു മുമ്പേ ജോലി നഷ്ടപ്പെട്ടു. പകുതി വഴിയിൽ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഇനി വീണ്ടും അയ്യോ ഇനി വയ്യ, ഇനി പഴയതുപോലെ കിടന്ന് കരയാനും നിലവിളിക്കാനും ഒന്നും വയ്യ. മരിച്ചതിന് തുല്യമായ അവസ്ഥ അല്ലേ സഹോദരി? ചിന്ത അതിൽ എങ്ങനെ നാട്ടിൽ പോവും? വളരെ പ്രതീക്ഷയോടെ പോയതാ. ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം പിശാച് ഒരുക്കുന്നു. ഇനി പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ എങ്ങനെ നാട്ടിൽ തിരിച്ചു പോകും? എങ്ങനെ വീട്ടിലെത്തും? എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? മരിച്ചതിന് തുല്യമല്ലേ? ഒന്നും ആയിട്ടില്ല. മക്കള് തോന്നി വഴിക്കാൻ ഇറങ്ങി പോവുക അല്ലേ മാതാവേ? സങ്കടം അതാ. ഒന്നും ആയിട്ടില്ല. അവള് അങ്ങനെ കാണാൻ ആളിലുണ്ടെന്നേ ഉള്ളൂ. എൻ്റെ സാരി തുമ്പേ തൂങ്ങി നടന്ന പെണ്ണ ഇന്ന് ഊരും പേരും അറിയാത്ത ഒരുത്തനോടൊപ്പം ഇറങ്ങിപ്പോയിരിക്കുന്നു. അവളൊന്നും ആയിട്ടില്ല. അവൾക്ക് ജീവിക്കാൻ അറിയത്തില്ല. കരയുക നീ. അങ്ങും എത്തിയിട്ടില്ല, ഇങ്ങും എത്തിയിട്ടില്ല. അവർ ജീവിച്ചു തുടങ്ങിയതേ ഉള്ളൂ. ദാ വീട്ടിനകത്ത് വന്നിരിക്കുന്നു. ഞാനൊന്ന് ജീവിച്ചു തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ ഭർത്താവിന് എന്നെ വേണ്ട, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ വേണ്ട,
അങ്ങും എത്തിയിട്ടില്ല, ഇങ്ങും എത്തിയിട്ടില്ല. മക്കൾ ഒരു കരയ്ക്കും എത്തിയിട്ടില്ല. അതിനു മുമ്പേ ഇനി എങ്ങനെ മക്കളുടെ ഭാവി? ഞാൻ അനുഭവിച്ച അതേ കഷ്ടത എൻ്റെ മക്കൾക്കും ഉണ്ടാകുമല്ലോ. അവരെ എനിക്ക് ഒരിടത്തും എത്തിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ. അയ്യോ, വേദനയാണ്. നല്ലക്ഷരം പഠിക്കുവാൻ വേണ്ടി വിട്ടു. നല്ല പഠിച്ചുകൊണ്ടിരുന്ന മക്കളാ. സന്തോഷമായി. നീ അനുഭവിച്ച കഷ്ടതയും കണ്ണുനീരും ഒന്നും മക്കൾ അനുഭവിക്കേണ്ടി വരത്തില്ല അല്ലേ? ആ സന്തോഷത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാ. പെട്ടെന്ന് സന്തോഷത്തെയൊക്കെ തച്ച് തകർത്തുകൊണ്ട് പഠിത്തവും മതിയാക്കി അവരെ പഠനവും പോയി പാലാകോല അടിച്ചു നടക്കുക. കൂട്ടും കൂടി മദ്യപിച്ച് ആവശ്യമില്ലാത്തതും പറഞ്ഞ് ഒന്നും ആയില്ല. അതിനു മുമ്പേ ഈ രോഗം, വേറെ എന്ത് രോഗമാണെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പക്ഷെ ഈ രോഗം സഹോദര നിന്നെ അത് വല്ലാതെ തളർത്തുക. സഹോദരി, ഡോക്ടർമാർ കൈവിട്ടു, ആർക്കും പ്രതീക്ഷയില്ല, നല്ലതൊന്നും കേൾക്കുവാനില്ല. ഈ രോഗം, ഇങ്ങനെ ഒരു രോഗമാണല്ലോ എനിക്ക് വന്നത്. പറക്കമുറ്റാത്ത കുഞ്ഞുമക്കൾ കരയുക. എന്ത് ചെയ്യും? ഇനി എങ്ങോട്ട് പോകും? എൻ്റെ മക്കളുടെ ജീവിതം എന്തായിത്തീരും? എൻ്റെ നാളെ എന്തായിത്തീരും? അങ്ങും ഇങ്ങും എത്താതെ പകുതി വഴിയിൽ മരിച്ച് ജീവിക്കുന്ന നരക തുല്യമായ ജീവിതം സമ്മാനിക്കുന്ന അതെ ആ സർപ്പശക്തികൾ പിന്നിലൊരു കാരണമുണ്ട്. താങ്ക് ഗോഡ്. നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പിന്നിലൊരു കാരണമുണ്ട്. മറ്റൊരു കാരണമൊന്ന് കണ്ടെത്താൻ ശ്രമിച്ചു നോക്കിയേ. ഇല്ലെങ്കിൽ ഞാൻ പറയാം, കാരണം ഇതാണ്. പലർക്കും പെട്ടെന്ന് മനസ്സിലാവും. അത്രമാത്രം ഒരു വിശ്വാസ തീവ്രതയില്ലാത്തവർ മറ്റ് പല നിലകളിലും ഇതിന് പരിഹാരം കണ്ടെത്തുവാൻ ശ്രമിക്കും. കാരണം രാത്രികളിൽ നിങ്ങൾക്ക് ആ ഉത്തരം കിട്ടുന്നുണ്ട്. ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന ആ സമയത്ത് ആ സർപ്പം അത് നിങ്ങൾ കാണുന്നുണ്ട്. സ്വപ്നത്തിൽ സഹോദര നിങ്ങളത് കാണുന്നുണ്ട്. ആ ജനലിൽ ചുറ്റി വരിഞ്ഞ് നിന്നെ തന്നെ നോക്കിയിരിക്കുന്ന, തറസിട്ട വീട്ടിൽ പോലും മച്ചിനിടയിൽ കൂടെ നൂഴ്ന്നു വരുന്ന, കാല് വയ്ക്കുവാൻ പോലും പേടിച്ച് അയ്യോ പാമ്പ് എന്ന് വിളിക്കുന്ന അനുഭവത്തിൽ ചുറ്റുപാടുകൾ പടം പൊഴിച്ച് നിനക്കതറിയാം. ആണേ, സ്തോത്രം. അത് ആ സർപ്പത്തിൻ്റെ ശക്തികളാ. റിസൾട്ട് എന്താ? നരക തുല്യമായ ജീവിതം. ഇനി തെളിവ് വേണോ? ഇവിടെ അല്ല, ഉൽപ്പത്തി പുസ്തകത്തിൽ വാ, തെളിവ് തരാം. ബൈബിൾ പറയുന്ന തെളിവ്. സർപ്പം മനുഷ്യൻ്റെ ജീവിതത്തെ നരക തുല്യമാക്കി മാറ്റി. എൻ്റെ എക്സ്പീരിയൻസ് മാത്രമല്ല, നിങ്ങളുടെ സ്വപ്നം മാത്രമല്ല, ബൈബിളും പറയുന്നില്ലേ നരകതുല്യമാക്കി മാറ്റിയോ? 3-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ മുള്ളും പറക്കാരെയും മുളച്ചു. അവർ അധ്വാനിച്ചു, പക്ഷെ മുളച്ചു വന്നത് എന്താ? മുള്ളും പറക്കാരെയുമാണ്. നിങ്ങൾ കഷ്ടപ്പെട്ടു, തിരിച്ചു കിട്ടുന്നത് എന്താ? നിന്നയും ഉപദ്രവവും അപമാനവും. എന്തോരം കിടന്ന് കഷ്ടപ്പെടുന്നതാ. അതിനൊത്തവണ്ണം വല്ലതും കിട്ടുന്നുണ്ടോ? അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ ഫലം കിട്ടുന്നില്ല. ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, ഭർത്താവിന് വേണ്ടി ജീവിക്കുന്നുണ്ട്, പക്ഷേ ഭർത്താവിന് ആ സ്നേഹമില്ല, ഭാര്യയ്ക്ക് ആ സ്നേഹമില്ല. മക്കളെ വളർത്തുന്നുണ്ട്, ഫലമുണ്ടോ? എന്ത് ഫലം? ഇതിനും ഭേദം മക്കളില്ലാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയേണ്ട അവസ്ഥയാണ്. സ്വന്തം മക്കൾ കയ്യോങ്ങുകയാണ്. ആണേ, അതല്ലേ അവസ്ഥ? അതാ എല്ലാം നശിപ്പിച്ചു. സന്തോഷമില്ല, സമാധാനമില്ല, ഇന്നലെകളെക്കുറിച്ച് ഓർത്ത് കരയാത്ത രാത്രികളില്ല. ആ നാശം അവിടെ കൊണ്ട് തീരുന്നില്ല. 4-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു മകൻ ഒരു മകനെ കൊല്ലുന്നു. അതാ ആ 2-ാമത്തെ പ്രാർത്ഥന വിഷയം ഞാൻ പറഞ്ഞില്ലേ. സർപ്പമാ ഒരു വശത്ത് നിങ്ങളുടെ തലമുറ കൊല്ലുകയാ, നശിപ്പിക്കുക. തലമുറകൾ തമ്മിൽ വൈരാഗ്യമാണ്. കാണുമ്പോൾ തന്നെ അയ്യോ, ചിന്തിച്ച് കരയുന്നില്ലേ മാതാവേ, ഇവരെൻ്റെ വയറ്റിൽ തന്നെ കിടന്നതാണോ? അങ്ങനെ പരസ്പരം തമ്മിൽ കൊല വിളിക്കുന്ന തലമുറകൾ. സർപ്പം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. സർപ്പം എൻ്റർ ചെയ്തു. ആ സർപ്പശക്തി തലമുറകൾ തമ്മിൽ തല്ലി ചാകുന്നവരാക്കി മാറ്റി. അപ്പോൾ സർപ്പം, ആ സർപ്പശക്തി തലമുറകളെ തമ്മിൽ തല്ലി ചാകുന്നവരാക്കി മാറ്റും. അല്ലേ? എന്താ അവിടെ എഴുതിയിരിക്കുന്ന? കയർത്തിട്ട് കൊന്നു. കായീൻ ഹാബേലിനെ കൊന്നു. അവനോട് അരിശം മൂത്തിട്ട് വാശി, വൈരാഗ്യം. അയ്യോ, പറയണ്ട, നിങ്ങൾ അനുഭവിക്കുന്നതാ. പരിഹാരമുണ്ട്. ആ സഹോദരൻ അതിന് പരിഹാരം കണ്ടുവെങ്കിൽ ബൈബിൾ
ഈ സംഭവത്തെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരവും ബൈബിളിനകത്തുണ്ട്, ഉണ്ടെന്നേ. അടുത്ത് രണ്ടാമത്തെ കാര്യം, കുതികാൽ തകർത്തു. ഉൽപ്പത്തി പുസ്തകം 3:15. സർപ്പം അവൻ്റെ കുതികാൽ തകർത്തു. കർത്താവായ യേശുക്രിസ്തുവിൽ നിവൃത്തിയായ പ്രവചനമാണ്. പക്ഷേ അതിൻ്റെ ഫലം മാനവരാശി മുഴുവനും അനുഭവിക്കുന്നുണ്ട്. എങ്ങനെ? ചതിയും വഞ്ചനയും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, സർപ്പം ഉപായത്താൽ ഹവ്വായെ ചതിച്ചതുപോലെ ഉപായം, ചതിക്കുക, വഞ്ചിക്കുക. അപ്പോൾ ഈ സർപ്പത്താൽ ബാധിക്കപ്പെട്ടവർ മറ്റുള്ളവരോട് ചതിയെ പ്രവർത്തിക്കത്തുള്ളൂ, വഞ്ചനയെ കാണിക്കത്തുള്ളൂ. ആമേൻ. സർപ്പശക്തി ചതിക്കുന്നവരും ചതിക്കപ്പെടുന്നവരുമാക്കി നിങ്ങളെ മാറ്റും. ആമേൻ. ചതിക്കപ്പെടുക, ഒരു ഭാര്യ എന്ന നിലയിൽ ചതിക്കപ്പെടുക. ഭർത്താവ് പുറമേ സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ ചതിക്കുന്നു, സങ്കടമാണ്. ഭാര്യ ചതിക്കുന്നു, മക്കൾ ചതിക്കുന്നു, കൂടെയുള്ളവർ, സഹായിക്കുമെന്ന് കരുതിയവർ, കൂടെയുള്ളവർ, നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന, ചങ്കായി നിൽക്കുന്നവർ ചതിക്കുന്നു, വഞ്ചിക്കുന്നു, കുതികാൽ തകർക്കുക. അപ്പോൾ ആ സർപ്പശക്തിയുടെ അടുത്തൊരു പ്രത്യേകത ചതിക്കപ്പെടുക, പലയിടങ്ങളിൽ ചതിവ് പറ്റുക. അങ്ങനെയൊന്നുമുള്ളവരല്ല. പക്ഷേ നിൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ നിന്നെ നല്ലതുപോലെ പറ്റിച്ചിട്ട് പോകുക. നീ പറ്റിക്കപ്പെട്ട കാര്യം മറ്റുള്ളവരോട് പറഞ്ഞ് അവർ വിശ്വസിക്കത്തില്ല. അവർ പറയും, അയ്യോ അവൻ അങ്ങനെയുള്ളവനല്ല, അതിൻ്റെ ഭർത്താവിനെ കുറിച്ചാണ്, അവളൊരു പഞ്ചപാവം, അവൾ അങ്ങനെയുള്ളവളെന്ന്. അല്ലെന്നേ. നീ എന്താ പറയുന്നത്? അവൾ പോയി, അവൾ 2 മക്കളെ ഇട്ട് തന്നിട്ട് പോയി. എന്നിട്ട് നാട്ടുകാർ പറയും, അയ്യോ അവൾ അങ്ങനെയൊന്നും പോകത്തില്ല, അവൾ അങ്ങനെയൊന്നും അല്ലെന്ന്. ആ ചതി നിനക്കല്ലേ പറ്റി, അവൾ അങ്ങനെയൊന്നും അല്ലെന്ന്. അവരങ്ങനെയുള്ളവരൊന്നുമല്ല, നല്ല സ്വഭാവമുള്ളവരാണ്. പക്ഷെ നിന്നെ ചതിച്ചുള്ളതും കൊണ്ട് പോയി, എല്ലാം കൈവശമാക്കി. നിനക്ക് കിട്ടേണ്ടത്, നിനക്ക് അർഹതപ്പെട്ടത് എല്ലാം കള്ള ഒപ്പിട്ടും സോപ്പിട്ട് നിന്നുമൊക്കെ പിടിച്ചെടുത്തു. സർപ്പശക്തി, ചതി. തീർന്നില്ല. 3, ബന്ധനം. ഈ സർപ്പം എന്താ ചെയ്യുന്നത്? സർപ്പം ഇങ്ങനെ ചുറ്റി വരിഞ്ഞ് ബന്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ബന്ധനത്തിൻ്റെ ഫലമായിട്ടാണ് ആദ്യം പറഞ്ഞ സാക്ഷ്യത്തിലെ സഹോദരിയുടെ ഉദരത്തിൽ ഉരുവായ കുഞ്ഞുങ്ങൾ പുറത്തുപോയ. അത് ബന്ധിക്കും, വരിഞ്ഞ് മുറുക്കും, അല്ലേ? കട്ടിൽ നിന്ന് എഴുന്നേൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ പേടിയാ, അരയ്ക്ക് താഴ്പോട്ട് തളർന്നതുപോലെ, എന്തോ ചുറ്റി വരിഞ്ഞിരിക്കുന്നത് പോലെ. അത് തന്നെ, ആ അവസ്ഥ തന്നെ. രോഗത്തിൻ്റെ ബന്ധനം. എന്താണ് രോഗമെന്നറിയാതെ ചികിത്സിച്ചുകൊണ്ടിരിക്കുക. അയ്യോ, എത്ര ചികിത്സിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും ഡോക്ടർമാരെത്ര മാറി, എന്തൊക്കെ ഐറ്റത്തിലുള്ള മരുന്നുകളായി. മറ്റുള്ളവർക്ക് പരിഹാസവും പറഞ്ഞു ചിരിക്കാനുള്ള ഒരു കാരണവുമായി ഇങ്ങനെ ജീവിതം മുമ്പോട്ട് പോവുക. രോഗത്താലുള്ള ബന്ധനം, രോഗം വിട്ടുമാറുന്നില്ല, ആ അവസ്ഥ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തുക. എന്തിനു വേണ്ടി? ആ ബന്ധനം അഴിയുവാൻ, സർപ്പശക്തികൾ തകർക്കപ്പെടുവാൻ. അപ്പോൾ ഇതെങ്ങനെ കർത്താവേ അങ്ങയുടെ നാമം ഉയർത്തി ഇത് സാധ്യമായി തീരും? വീണ്ടും പ്രാർത്ഥനയോടെ ഞാൻ ബൈബിൾ വായിക്കുവാൻ തുടങ്ങി. ബൈബിൾ വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പിന്നെയും വചനത്തിലൂടെ എന്നോട് ഇടപെട്ടു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. അപ്പോൾ ഈ വചനം വെച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകുന്നത്. എങ്ങനെ? ശ്രദ്ധിച്ചോ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യക്കോലമാക്കിയ കർത്താവേ അങ്ങേ ഞാൻ വാഴ്ത്തുന്നു, അങ്ങേ ഞാൻ സ്തുതിക്കുന്നു. കാൽവരി ക്രൂശിൽ സാത്താൻ്റെ തല തകർത്ത കർത്താവേ അങ്ങേ ഞാൻ സ്തുതിക്കുന്നു. അവൻ്റെ നാമം ഉയരുവാൻ തുടങ്ങും. നിങ്ങൾ സ്തുതിക്കുമ്പോൾ അവൻ്റെ നാമം ഉയരുവാൻ തുടങ്ങും. അവൻ ആ സർപ്പത്തെ തകർത്തു, അവൻ സർപ്പത്തിൻ്റെ തല തകർത്തു എന്ന് നിങ്ങൾ ഏറ്റുപറയുകയും വിശ്വസിക്കുകയും. യെസ്, ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ്. ഇത് തന്നെയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്, വേറെ വ്യത്യാസമൊന്നുമില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ്. പക്ഷേ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ, ആ സാത്താൻ അത് തകർക്കപ്പെടണമെങ്കിൽ, അതെ ആ പന്ന പിശാച് സർപ്പം തകർക്കപ്പെടണമെങ്കിൽ അത് നിങ്ങൾ വിശ്വസിക്കണം. വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് വിശ്വസിക്കണം. കാൽവരി ക്രൂശിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് സാത്താൻ്റെ തല തകർത്ത
കർത്താവേ, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ, അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. അങ്ങനെ പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കുവാൻ തുടങ്ങണം. അങ്ങനെ പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കുവാൻ തുടങ്ങുമ്പോൾ ആ സർപ്പത്തിൻ്റെ ശക്തി വിട്ടുമാറുവാൻ തുടങ്ങും. ഒപ്പം നിങ്ങൾക്ക് അതിനെ ശാസിക്കുവാനുള്ള അധികാരം ലഭിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ അധികാരം നിങ്ങൾക്ക് ലഭിക്കും. എപ്പോഴാണ്? നിങ്ങളത് വിശ്വസിക്കുമ്പോൾ. കർത്താവായ യേശു ക്രിസ്തു സർപ്പത്തിൻ്റെ തല തകർത്തു. അപ്പാ, എന്നെ ബന്ധിച്ചൊതുക്കിയിരിക്കുന്ന തൊഴിലിടത്തിൽ നന്മ അനുഭവിക്കുവാൻ കഴിയാതെ, എൻ്റെ ലക്ഷ്യത്തിലെത്തുവാൻ കഴിയാതെ, ഞാൻ ആഗ്രഹിക്കുന്നതൊന്നും പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ, വേണ്ടപ്പെട്ടവരുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ തലകുനിച്ച് അതേ ആ അവസ്ഥയിൽ എന്നെ ആക്കിയിരിക്കുന്ന ഈ സർപ്പത്തിൻ്റെ തലയെ അങ്ങ് തകർത്ത കൃപയ്ക്കായി അടിയനങ്ങയെ സ്തുതിക്കുന്ന കർത്താവെ. പ്രാർത്ഥിക്കുക സഹോദര. ഓ സ്തോത്രം. ജോലി സ്ഥലത്ത് എനിക്ക് വിരോധമായി ശത്രുവിനെ എഴുന്നേൽപ്പിച്ച് എൻ്റെ ജീവിതത്തെ കഠിനമാക്കി തീർക്കുന്ന, വരുമാനമില്ലാത്തവനാക്കി തീർക്കുന്ന, ജോലി നഷ്ടപ്പെട്ടവനാക്കി തീർക്കുന്ന, ജോലി കിട്ടുവാൻ ഒരു സാധ്യതയുമില്ലാതാക്കി തീർക്കുന്ന ആ സർപ്പത്തിൻ്റെ തലയെ അങ്ങ് തകർത്ത കൃപയ്ക്കായി അടിയനങ്ങയെ സ്തുതിക്കുന്ന കർത്താവെ. പ്രാർത്ഥിക്കുക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക സഹോദര. ആ തടസ്സം മാറുക. ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല വെല്ലുവിളികളും അഴിഞ്ഞു മാറുക. ആ സർപ്പത്തിൻ്റെ തല തകർക്കപ്പെടുക. ഇനി ആ സർപ്പമില്ല. നീ ജോലി ചെയ്ത് നീ ആഗ്രഹിച്ചത് നേടി നീ എത്തേണ്ട സ്ഥാനത്ത് എത്തുവാൻ പോകുക. നിന്റെ ലക്ഷ്യങ്ങൾക്ക് പൂർത്തീകരണം ഉണ്ടാകുവാൻ പോകുക. അതേ സഹോദര, അവിടെ നിനക്ക് ജോലിയുണ്ട്. ജോലി നഷ്ടപ്പെട്ട് നീ മടങ്ങി വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. അതേ നിനക്ക് ജോലി കിട്ടുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. ആ ജോലിയില്ലായ്മയുടെ കരഞ്ഞു തീർത്ത നാളുകൾക്ക് ആർതി വരുവാൻ പോകുക. സഹോദരി പ്രാർത്ഥിക്കുക. നിന്റെ കുടുംബജീവിതത്തിന് വിരോധമായി പണം വിടർത്തി ആടുന്ന ആ സർപ്പം, വിഷം ചീന്തുന്ന സർപ്പം, സംശയ രോഗം വിതയ്ക്കുന്ന സംശയമെന്ന വിഷം ചീന്തുന്ന സംശയമെന്ന വിഷം ചീന്തുന്ന ആ സർപ്പത്തിൻ്റെ തല എൻ്റെ യേശു തകർത്തു. വിശ്വസിക്ക്, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, കാൽവരി ക്രൂശിൽ സർപ്പത്തിൻ്റെ തല തകർത്ത് ജയോത്സവം കൊണ്ടാടി പരസ്യ കാഴ്ചയാക്കിയ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് സർപ്പത്തിൻ്റെ തല തകർത്ത കൃപയ്ക്ക് എനിക്ക് വിരോധമായി, എൻ്റെ കുടുംബജീവിതത്തിന് വിരോധമായി എഴുന്നു നിൽക്കുന്ന സർപ്പത്തിൻ്റെ തലയെ അങ്ങ് തകർത്ത കൃപയ്ക്ക് എൻ്റെ ഭാര്യ എന്നിൽ നിന്ന് കൊത്തി ഓടിക്കുന്ന, നീ അറിയുന്നില്ല, പലപ്പോഴും നിന്നിൽ ആ സർപ്പം വെളിപ്പെട്ടിട്ട് കൊത്തി ഓടിക്കുക ഭാര്യയെ, ഭർത്താവിനെ. കാര്യം മനസ്സിലായില്ലേ? പ്രാർത്ഥിക്കുക. ആ സർപ്പം ഇപ്പം വിട്ടുപോവുക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. പറയുന്നതിൽ കാര്യമുണ്ട് കേട്ടോ. അവർ പറയുന്നത് ചുമ്മാ അല്ല. കോപം അങ്ങ് കയറും. കൂലി പറഞ്ഞൊക്കെ ശരിയാണ്. പക്ഷേ എൻ്റെ കളിച്ചാണ്ടല്ലോ, അവർ നോക്കുമ്പോൾ സർപ്പത്തെ പോലെ പണം വിടർത്തി നിന്ന് നാടുക. പിന്നെ എങ്ങനെ ജോലി നഷ്ടപ്പെടാതിരിക്കും? പ്രാർത്ഥിക്കുക. അതിപ്പം ആമേൻ. മാതാവേ, പിതാവേ, അത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, പണം വിടർത്തി ആടുകയല്ലേ തലമുറകൾ. ഓ സ്തോത്രം. യേശുവിൻ നാമത്തിൽ. യേശുവേ, കാൽവരി ക്രൂശിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവയെ പരസ്യക്കോലമാക്കി അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. എൻ്റെ തലമുറയുടെ മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ആ സർപ്പശക്തികളെ, ആ സർപ്പത്തിൻ്റെ തല തകർത്ത കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിക്കുന്നപ്പാ. സ്തുതിക്ക് സഹോദരി. മാതാവേ സ്തുതിക്ക്. പിതാവേ സ്തുതിക്ക്. ആ ബന്ധനം അഴിയുക. തലമുറയുടെ മേൽ നിന്ന് ആ ബന്ധനം അഴിയുക. പരസ്പരം കൊത്തി കീറുവാൻ നിൽക്കുന്ന, കൊത്തി ചാകുവാൻ നിൽക്കുന്ന, നിന്നെ കൊത്തി കൊല്ലുവാൻ നിൽക്കുന്ന ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. തലമുറയുടെ മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ആ സർപ്പശക്തികൾ അഴിഞ്ഞു മാറുക. അവരുടെ വിദ്യാഭ്യാസത്തെ തകർത്ത് നല്ല പഠിച്ചുകൊണ്ടിരുന്ന പിള്ളേരാ ഇന്ന് പഠനവും ഇല്ല, ഒന്നുമില്ല. അയ്യോ, സങ്കടം ആലോചിക്കുമ്പോൾ തന്നെ കരച്ചിൽ വരിക അല്ലേ. എല്ലാം പോയി, പഠനവും പോയി, എല്ലാം പോയി. വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുക, അറുതി വരിക. ഓ താങ്ക് ഗോഡ്. റിസൾട്ട് ഉണ്ടാകുക. അവിടെ എക്സാമുകൾക്ക് റിസൾട്ട് ഉണ്ടാകുക, പഠനത്തിന് പൂർത്തീകരണം ഉണ്ടാകുക. ആ പകുതി വഴിയിൽ ആ പഠനം ഉപേക്ഷിച്ച് വാലാകോല നടക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആ സർപ്പശക്തികൾ വിട്ടുമാറുക. ഓ സ്തോത്രം. ഇനി സ്വപ്നം കണ്ട് നീ ഞെട്ടി ഉണരത്തില്ല. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കും. മാതാവേ, ആ ബന്ധനം അഴിയുമ്പോൾ വിവാഹം നടക്കും. ആ ശക്തി വിട്ടുമാറുമ്പോൾ വിവാഹം നടക്കും. ആമേൻ. സ്തോത്രം. വിവാഹം നടക്കും. പ്രാർത്ഥിക്കേ. ഓ സ്തോത്രം. പ്രാർത്ഥിക്കേ. ആ രോഗം വിട്ടുമാറുമെന്നേ നീ പ്രാർത്ഥിക്കുക. അപ്പാ, എൻ്റെ മേൽ അഗ്നി മഴ പെയ്യിപ്പിച്ച് എൻ്റെ ജീവിതത്തെ നരകതുല്യമാക്കി മാറ്റുന്ന, നരകത്തിയിൽ എന്നെ ഇട്ട് കളയുന്ന ആ സർപ്പത്തിൻ്റെ തലയങ്ങൾ തകർത്ത കൃപയ്ക്കായി സ്തുതിക്കുന്ന താങ്ക് യു ലോർഡ്. സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്ക്. യെസ്, യേശുവിൻ നാമത്തിൽ ആ സർപ്പം വിട്ടുപോകുക. ആ ബന്ധനം അഴിയുക. ഓ ആമേൻ. പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കും? കർത്താവിൻ്റെ നാമം ഉയരുമ്പോൾ
സർപ്പത്തിന്റെ തല തകർക്കപ്പെടും. ആമേൻ. ജീവിച്ചെഴുന്നേൽക്കും. സർപ്പം കൊന്ന് നരക തുല്യമാക്കി തീർത്തോണ്ടിരിക്കും. അവിടെ നിന്ന് ജീവിച്ചെഴുന്നേൽക്കും. നീ കിടക്കോട്ട് എഴുന്നേൽക്കുവാൻ പോകുക. ഓ, യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകാ. ആ ബാധ്യതയിൽ നിന്ന് സഹോദരൻ നീ പുറത്തു വരാൻ പോവുക. അതിനെ കടത്തിൽ കുടുക്കി ചതിയന്മാരെ നിനക്കൊപ്പം ചേർത്ത് സഹോദര, ഇത്രയും വലിയ പരാജയം, ഇത്രയും വലിയ തകർച്ച വന്നത് ചതിയന്മാർ കൂടെ കൂടി, സ്വന്തം സഹോദരങ്ങൾ പോലും ചതിയന്മാരായി നിനക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെ കവർന്നെടുത്ത് എന്നിട്ട് ന്യായവും പറഞ്ഞ് നടക്കുകയല്ലേ. ആമേൻ. നിന്റെ നന്മകളെ കവർന്ന്, നിന്റെ സന്തോഷത്തെ കവർന്ന് ചതിയന്മാരുടെ കൂട്ടം, സർപ്പത്തിൻ്റെ ശക്തിയാ. പ്രാർത്ഥിക്കുക, ബന്ധനം അഴിയുക. ഓ, താങ്ക് ഗോഡ്. ആഴ്ചകളെയും അധികാരങ്ങളെയും കാൽവരി ക്രൂശിൽ ആയുധവർക്കം വെപ്പിച്ച് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കിയ കർത്താവെ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ സ്തുതിക്കുന്നു. ഈ വചനം ഏറ്റു പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കുക, കർത്താവിനെ മഹത്വപ്പെടുത്തുക. അപ്പോൾ കർത്താവിൻ്റെ നാമം ഉയരുവാൻ തുടങ്ങും. കർത്താവിൻ്റെ നാമം ഉയരുമ്പോൾ മരണത്തിൻ്റെ അവസ്ഥയിൽ നിന്നും എഴുന്നേൽക്കുവാനായി തുടങ്ങും. ആമേൻ. എഴുന്നേറ്റ് വരുവാൻ തുടങ്ങും. ഇനി എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അതാണല്ലോ അറിയാനുള്ളത്. ദൈവത്തിൻ്റെ ജനത്തിന് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അതിലേക്ക് വരാം. ദൈവത്തിൻ്റെ ജനത്തിന് സംഭവിച്ചത് 21-ാം അധ്യായം സംഖ്യാപുസ്തകമാണ്. 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനം മോശയോടും ദൈവത്തോടും മത്സരിച്ചു, അവിശ്വസിക്കുന്നു. അതാണ് മത്സരത്തിൻ്റെ കാരണം. അവിശ്വാസമാണ്. അവിശ്വാസം ഉള്ളതുകൊണ്ടാണ് മത്സരിക്കുന്നത്. മത്സരത്തിൻ്റെ ഫലമായി അഗ്നിസർപ്പം വന്നു. അവിടെ മോശ എഴുതിയിരിക്കുന്ന ദൈവം അയച്ചു വന്ന. ദൈവം അയക്കൊന്നും വേണ്ട. നീ ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ പിന്നെ ഉള്ളത് ആ സർപ്പം വന്നേ, ആ പഴയ പാമ്പ് സാത്താൻ. നീ ആ സാത്താൻ്റെ അടുത്തോട്ടാണ് പോകുന്നേ. അപ്പോൾ മത്സരിക്കുന്നു, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു, പിശാച് പിടിച്ചടക്കുന്നു. ആമേൻ. അപ്പോൾ അഗ്നിസർപ്പം വന്ന് പലരെയും കൊന്നത് അകന്നു പോയതുണ്ട്. അപ്പോൾ തിരിച്ചു വരണം. യേശോപ്പൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നേ. എൻ്റെ യേശോപ്പനെ ഒന്ന് ഉയർത്തുവാൻ തയ്യാറാകുക. അപ്പൻ്റെനോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറാകുക. അവൻ്റെ പ്രവൃത്തിയിലൊന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകും. നിങ്ങൾ ആ വിടുതൽ അനുഭവിക്കുവാൻ പോകുക. ഒന്നാമത്തെ കാര്യം. ഇനി 2, തോട്ടത്തിൽ എങ്ങനെയാണ് പിശാച് പ്രവർത്തിച്ചേ? ഉപായത്തിലൂടെ പ്രലോഭിപ്പിച്ച് പാപം ചെയ്യിപ്പിച്ചുകൊണ്ട് പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമ്മെക്കൊണ്ട് തെറ്റുകൾ ചെയ്യിപ്പിച്ചുകൊണ്ട്. അപ്പോൾ തെറ്റുകൾ ചെയ്യരുത്. എങ്ങനെ തെറ്റുകൾ ചെയ്യാതിരിക്കുവാൻ കഴിയും? ബൈബിൾ വായിച്ച് നേരാവണ്ണം ജീവിക്കുക. ഇല്ലെങ്കിൽ പ്രഭാതം തന്നെ കണ്ടാലും മതി. നമ്മൾ നല്ലതുപോലെ ബൈബിൾ പ്രീച്ച് ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളത് കേൾക്കുന്നുണ്ടല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ബൈബിൾ അനുസരിച്ച് ജീവിക്കുക. തെറ്റ് ചെയ്യരുത്. തെറ്റ് ചെയ്താൽ പിശാച് കടന്നു വരും. പിന്നെ ദുഷ്ട മനുഷ്യരുടെ, കായിൻ ഹാബേലിനെ കൊന്നു. ഇന്ന് അതുപോലെ ഫിസിക്കലായിട്ടുള്ള കൊലപാതകമല്ല കൂടുതലും നടക്കുന്നത്. പിന്നെ സ്പിരിച്വലായിട്ടുള്ള കൊലപാതകങ്ങൾ, മീൻസ് ഈ മന്ത്രവാദങ്ങളൊക്കെ ചെയ്ത് നിങ്ങളെ ഒരാളിന് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് ഒന്നും ചെയ്യത്തില്ല. കാണുമ്പോൾ ചിരിക്കും, സന്തോഷിക്കും, തോളി കയറും, വേണമെങ്കിൽ ചായയൊക്കെ വാങ്ങിച്ചു തരും, വീട്ടിൽ കൊണ്ടാക്കും. പക്ഷേ പോയിട്ട് മന്ത്രവാദം ചെയ്യും, ആഭിചാരങ്ങൾ ചെയ്യും. ഈ നാഗശക്തികളെയൊക്കെ പൂജിക്കുന്ന, ഉപാസിക്കുന്ന മന്ത്രവാദികളുണ്ട്. അവരുടെ അടുത്ത് പോയി നേർച്ചയൊക്കെ കൊടുത്ത് അതും ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൻ്റെ നടയിൽ വെച്ച് തരും. പിന്നെ സർപ്പങ്ങളിങ്ങനെ കയറി ഇറങ്ങി നടക്കുക, പകലും സ്വപ്നത്തിലും. ഓ, താങ്ക് ഗോഡ്. ആമേൻ. അപ്പോൾ അഴിയണമെങ്കിൽ, അത് തകർക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ നാമം ഉയർത്തണം. 2, വിശ്വസിച്ച് ആ വിടുതൽ നിങ്ങൾ ഏറ്റെടുക്കണം. അവൻ സർപ്പത്തിൻ്റെ തലയെ തകർത്തു. നിങ്ങൾ പഠിച്ചിരിക്കുന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അത് വിശ്വസിക്കണം. അതിനുവേണ്ടി വായ്കൊണ്ട് ഏറ്റുപറയണം. കർത്താവ് തകർത്തിട്ടുണ്ട്. ഇനി പന്നപ്പിശാചേ, എൻ്റെ ജീവിതത്തിൽ നിനക്ക് സ്ഥാനമില്ല. എൻ്റെ മകനെ വിട്ടു പോ, എൻ്റെ മകളെ വിട്ടു പോ. നിങ്ങൾ ശാസിക്കും, നിങ്ങൾക്ക് അധികാരമുണ്ട്, അത് വിട്ടുപോകും. ഏറ്റുപറഞ്ഞ് വിശ്വസിച്ച് എന്നിട്ട് അപ്പോൾ ഓക്കെ അല്ലോ. ഇപ്പോൾ പിണക്കമൊക്കെ മാറിയല്ലോ. പിണക്കം മാറിയെന്ന് കരുതുന്നു. പിണക്കം ഉണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ. അങ്ങും കണ്ടിട്ട് അറിയിക്കരുത്, തീർത്ത് കണ്ടിട്ട് അറിയിക്കുക. നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ മാറ്റം വരുത്താം. അതുപോലെ ഈ 3 എക്സ്പീരിയൻസ് ഒന്നും അല്ല കേട്ടോ. ഇതുപോലെ ഒരുപാട് വിഷയങ്ങൾ ഡെയിലി പ്രൈസർ ഫാമിലിയിലേക്ക് വരുന്നതാണ്. അതിനെയൊക്കെ ദൈവകൃപയാൽ പരിഹാരം വരുത്തുവാനും കഴിയുന്നുണ്ട്. മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമെങ്കിലും ചെയ്യും. നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി ഇതുപോലെ ആർക്കും വേണ്ടാത്ത, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത, എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പോലും പറ്റാത്ത, അതെ, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. ധൈര്യമായി പ്രൈസർ ഫാമിലിയിൽ വിളിച്ചോ. നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. നമ്മൾ പ്രാർത്ഥിക്കും, ഉപവസിക്കും, ആ കെട്ടഴിക്കും, ഓടും. ആമേൻ. അപ്പോൾ കണ്ണടച്ചോ, പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം, അടിയൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പോൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് ഞങ്ങൾ കേട്ടു, അങ്ങയുടെ നാമം ഉയർത്തപ്പെടുമ്പോൾ ഉയർത്തപ്പെട്ട മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പത്തെ നോക്കി മരിച്ചു വീണവർ ജീവനിലേക്ക് തിരികെ വന്നതുപോലെ
ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഉയർത്തി മരിപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ബന്ധിച്ചു ബാധിക്കുന്ന ആ സർപ്പശക്തികളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ആ ബന്ധനം ഇന്ന് പകൽ അഴിയട്ടെ. തൊഴിൽ മേഖലയിൽ ആ ബന്ധനം അഴിഞ്ഞു മാറി വിശാലത അവർ അനുഭവിക്കട്ടെ. ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. തൊഴിൽ മേഖലമേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല വെല്ലുവിളികളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ. തൊഴിലിടങ്ങൾ അനുഗ്രഹമായി മാറട്ടെ. നന്മയുണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. വിശാലത ഉണ്ടാകട്ടെ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ആ തുപ്പിവെച്ച വിഷം അത് മാറിപ്പോകട്ടെ. തീങ്കൽ മെഴുകി ഉരുകി മാറുന്നത് പോലെ സംശയത്തിൻ്റെ വിഷം കുടുംബത്തിനകത്ത് വിട്ടുമാറട്ടെ. ആക്രമിക്കുന്ന പരസ്പരം കടിച്ചു കീറുവാൻ നിൽക്കുന്ന അനുഭവം മാറട്ടെ. കുടുംബജീവിതങ്ങൾ ചേർന്ന് പണിയപ്പെടട്ടെ. താങ്ക് ഗോഡ്. മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂട്ടുകൾ വിട്ടുമാറട്ടെ. തലമുറകൾ സ്തോത്രം, അവരുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ. അവരുടെ ബുദ്ധിമണ്ഡലങ്ങളെ തുറക്കണമേ. പഠനത്തെ പകുതി വഴിയിൽ തകർത്ത വെല്ലുവിളി അഴിയട്ടെ. യെസ്, അഴിഞ്ഞു മാറട്ടെ. അമേൻ, ആമേൻ. പ്രാർത്ഥിക്കുക. സ്തോത്രം. കടഭാരത്താൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നത് പ്രാർത്ഥിക്കുക. ആ ബാധ്യത മാറുക. സ്തോത്രം. കൊടുത്തു തീർക്കാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടുക. അവകാശങ്ങൾ തിരികെ വരിക. ശത്രു കവർന്നു വെച്ചത് സൂത്രത്തിൽ ചതിച്ച് വഞ്ചിച്ച് കൈവശമാക്കി നിന്റെ അവകാശം നിനക്ക് ലഭിക്കുവാനുള്ളത് തിരികെ ലഭിക്കുക. ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടുക. വസ്തു കച്ചവടങ്ങൾ നടക്കുക. വാങ്ങലുകൾ നടക്കുക. പ്രാർത്ഥിച്ചാട്ടെ. വാഹനങ്ങൾ വാങ്ങുക. താങ്ക് ലോർഡ്. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടുക. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടുക. വിസ പ്രോബ്ലങ്ങൾ മാറുവാൻ പോകുക. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുക. അമേൻ. പ്രാർത്ഥിച്ചാട്ടെ. ഇതൊരു അത്ഭുതത്തിൻ്റെ ദിവസമായി മാറുവാൻ പോകുക. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടുക. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിന് അവർക്കും പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒരിക്കൽ കൂടെ പറഞ്ഞ് അറിയിക്കണം. അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചയും 10 മുതൽ നമ്മുടെ ലൈവ് സ്ട്രീം ഉണ്ട്, നമ്മുടെ സഭാരാധനയുടെ. അപ്പോൾ ഒരു ആരാധന മിസ് ചെയ്യുന്ന പക്ഷം നിങ്ങളത് കാണുക. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് സമയം പോലെ കാണണം കേട്ടോ. കമൻറ്റ് ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം, ഷെയർ ചെയ്യണം. അപ്പോൾ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ പകലിൽ ദൈവം അനുവദിച്ചാൽ മറ്റൊരു വിഷയവുമായി ഇതുപോലെ കേട്ട് അനുഗ്രഹം പ്രാപിക്കുന്ന കണ്ണുനീരും നിരാശയും വേദനയും ഒക്കെ മാറുന്ന മറ്റൊരു വിഷയമായി നമ്മൾ ഒരുമിച്ച് കാണും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.